പുതുമഴ തുള്ളി പെയ്തു തളിരിലകളിൽ തീർത്ഥമായി. ഇന്ന് അവിടെ എന്ത് തിരക്കിട്ട പണിയുണ്ടേലും നിക്കൂല. 6 പെറ്റിട്ടതാ. ഒരെണ്ണത്തിനെ ഇങ്ങനെ സ്നേഹിക്കണ കണ്ടിട്ടില്ല. ബാപ്പയില്ലാത്ത മോളല്ലേ, അതിന്റെ ഒരു കുറവുണ്ടാവരുതെന്ന് ചിന്തയുണ്ട്. ഇതുവരെ ഒന്നും തുറന്നു പറഞ്ഞില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാ, എന്റെ കല്യാണം. അതേക്കുറിച്ച് ബാപ്പാപ്പ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. കേൾവി കേട്ട പ്രണയകാവ്യങ്ങൾ പോലും തോറ്റുപോകുന്നൊരു കഥ. ബദറുൽ മുനീറും ഉസ്നുൽ ജമാലും പോലെ, ലൈലയും മജ്നുവും പോലെ. എന്റെ ഉമ്മ മരിക്കണ വരെ 2ാം നിക്കാഹിന് നിർബന്ധിച്ചിട്ടുണ്ട്. സമ്മതിക്കാതെ ഇരുന്നത് നിന്നെ കുറിച്ച് ഓർത്ത. ഇതുവരെ ജീവിച്ചത് നിനക്ക് വേണ്ടിയാ. ആ ഉമ്മച്ചിനെ തനിച്ചാക്കി എന്റെ മോനെ പോണെങ്കി പൊക്കോ. എനിക്ക് വേറൊരാളെ ഇഷ്ടം. എന്റെ റബ്ബേ, ഞാൻ എന്താ ഈ കേക്കണേ? ആതിരാ തിങ്കളിൻ നിറനില കുളിരുമായി 17-നഴകെഴുമാമ്പലായി അനുരാഗമെഴുതിയ ചാരുത. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ഇത് ചതിയാ. അവരെ നാട് കടത്തിട്ട് ബാപ്പാപ്പ നാടകം കളിക്കാം. എനിക്കറിയാം. ദൂരെ ദൂരെ മഴമേഘം മെല്ലെ ഇതൾ നീർത്തും നാദം അകലങ്ങളിൽ. ഏതോ ഏതോ മിഴിനീരിൻ നീണം അറിയാതെന്നുള്ളിൽ അലിയുന്ന പോൽ മനോഹരി മലർക്കിളി വിലോലമായി കേഴുന്നു ഞാൻ. ഉച്ചയ്ക്ക് എന്താ ബിരിയാണിയാ? ഏയ്, സായരാമോക്ക് മീൻകറി കൂട്ടിയുള്ള ഊണാ ഇഷ്ടം. നല്ല അയക്കുറ കിട്ടിയിട്ടുണ്ട്. പിന്നെ പത്തിരിയും കോഴിക്കറിയുണ്ട്. പത്തിരി. ആ പിന്നെ നിന്നെ ഞങ്ങൾക്കൊന്ന് കാണണം. വായനശാലയിൽ നിൽക്ക്. ആ അതെ, മാനസമൈനേ വരൂ, മധുരം നുള്ളി തരൂ. പാട്ട് കേട്ടണ്ട? നിന്നെ ആ പരുവത്തിൽ കാണാൻ വയ്യാത്തോണ്ട് ഒന്നും ഉപദേശിക്കാനാ. നീ നടക്കടാ. വാ.